കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ ചുരുളിപ്പതാലിൽ വീണ്ടും കാട്ടാന ആക്രമണം. കഴിഞ്ഞ രാത്രി നടന്ന കാട്ടാന ആക്രമണത്തിൽ തെങ്ങുംപള്ളിൽ രാജേഷിന്റെ വീട് പൂർണ്ണമായും തകർന്നു. കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ ചുരുളിപ്പതാലിൽ കഴിഞ്ഞ രാത്രി കാട്ടാനയുടെ ആക്രമണത്തിലാണ് വീട് തകർന്നത്. തെങ്ങുംപള്ളി രാജേഷിന്റെ വീടാണ് കാട്ടാന ആക്രമണത്തിൽ പൂർണ്ണമായും തകർന്നത്. കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ ഇടത്തട്ട് ഭാഗത്താണ് ഈ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ആന ഇറങ്ങി 2 വീട് നശിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി. അതിന്റെ വിശദാംശങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ ബഹുമാനപ്പെട്ട MLA ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം ഈ സ്ഥലം സന്ദർശിക്കുകയും പഞ്ചായത്തും പൊതുപ്രവർത്തകരും ഈ നാട്ടിലെ സന്നദ്ധ പ്രവർത്തകരൊക്കെ ഈ പ്രദേശം സന്ദർശിക്കുകയും ഇവിടെ ഈ താമസിക്കുന്ന ആളുകളോട് ഇവിടെ നിന്ന് ആനയുടെ വലിയ ശല്യം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ മാറി താമസിക്കണമെന്ന് നിർദ്ദേശം കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ രാജേഷ് എന്ന് പറഞ്ഞ തെങ്ങുംപള്ളി കുടുംബത്തിലെ രാജേഷ് മാറി താമസിക്കുന്ന സാഹചര്യം ഉണ്ടായത്. പക്ഷേ ഇന്നലെ ഈ വീട് വർഷങ്ങളായി 10-50 വർഷത്തോളം ഇവിടെ താമസിച്ചുകൊണ്ടിരുന്ന ഈ വീട് ഇന്നലെ ആന തകർക്കുന്ന സ്ഥിതി ഉണ്ടായി. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനോട് നിർദ്ദേശം MLA ഉൾപ്പെടെ പഞ്ചായത്ത് ഉൾപ്പെടെ നൽകിയിട്ടുണ്ടായിരുന്നു. ഫെൻസിങ് ഇട്ടുകൊണ്ട് ഈ ആനയുടെ ഈ കൃഷി സ്ഥലത്തേക്കുള്ള വരവ് തടയണമെന്നുള്ള നിർദ്ദേശം ഞങ്ങൾ നൽകിയിരുന്നു. പക്ഷേ ഈ നിമിഷം വരെ ഫെൻസിങ് ഇടുന്നതിനുള്ള ഒരു സംവിധാനം ഇതുവരെ ചെയ്തിട്ടില്ല. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മാസം 12-ന് ചുരുളിപ്പതാലിൽ 2 വീടുകൾ കാട്ടാന നശിപ്പിച്ചിരുന്നു. ഇതേ തുടർന്ന് ചുരുളിപ്പതാൽ ഇടത്തട്ടിലുള്ള 3 കുടുംബങ്ങളെ കഞ്ഞിക്കുഴി പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ മാറ്റി താമസിപ്പിച്ചിരുന്നു. അതിൽപ്പെട്ട തെങ്ങുംപള്ളിയിൽ രാജേഷിന്റെ വീടാണ് കഴിഞ്ഞ ദിവസം രാത്രി കാട്ടാന തകർത്തത്. കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സോയിമോൻ സണ്ണി, ഗ്രാമപഞ്ചായത്ത് മെമ്പർ ജാൻസി സ്റ്റീഫൻ എന്നിവരുടെ നേതൃത്വത്തിൽ സ്ഥലം സന്ദർശിച്ചു. കാട്ടാന ആക്രമണത്തിൽ ഇരകളായ കർഷകർക്ക് ആവശ്യമായ സഹായങ്ങൾ ഒരുക്കുവാൻ നടപടി സ്വീകരിക്കുമെന്നും ഇവർ ഉറപ്പു നൽകി. സിറ്റി വിഷൻ ഇടുക്കി.